നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും ഗോൾഡ് നമുക്ക് നല്ലൊരു മൊമെൻ്റം തന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്തു ഈ ഒരു ഹൈ എടുക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നല്ലൊരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു സെല്ലിങ്ങിൽ എൻ്റർ ചെയ്യും. ടാർഗറ്റ് കുറച്ച് വലുതാണ് വെച്ചേക്കുന്നത് 1:5. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു സൈക്കോളജിക്കൽ ലെവലിലാണ് നിൽക്കുന്നത് 3400. ഈ ഒരു ലെവലിൽ മോസ്റ്റ് ബയേഴ്സ് എക്സിറ്റ് ആവാനുള്ള റീസൺസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ലെവൽ. ഈ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നിന്ന് ആൾക്കാർ എക്സിറ്റ് ആവുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സെല്ലിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു 15 മിനിറ്റ്സിൽ ഇവൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം തന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ചെറിയൊരു റീട്രേസ്മെൻറ്റിന് പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു ഏരിയ വരെ. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. സോ ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1:5 ഉണ്ട്. നമ്മൾ യു എസ് സെഷനിൽ ഇന്നത്തെ ദിവസം ട്രേഡ് എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ ലണ്ടൻ സെഷനിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട്. ആൻഡ് ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും സ്വിംഗ് ലോ തന്നെയാണ്, 1 മിനിറ്റിലെ സ്വിംഗ് ലോ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ ലൈവിൽ മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അടിക്കാൻ പോവുകയാണ്. ആൻഡ് ഫൈനൽ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് നേരെ ബ്രേക്ക് ഇവനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ടാർഗറ്റ് വരെ കീപ്പ് ചെയ്യുന്നതാണ് എന്തായാലും ട്രേഡ്. ഒന്നുകിൽ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ടാർഗറ്റ്. നമ്മൾ സെല്ലിംഗ് ഓർഡർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രേഡ് കണ്ടിന്യൂസ്ലി വീഡിയോ റെക്കോർഡ് ചെയ്യാത്തത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് മാത്രമാണ്. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ഇവനിലോട്ട് സ്റ്റോപ്പ് ലോസ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് നമുക്ക് റിസ്ക് ഫ്രീ ട്രേഡിൽ പോയാൽ മതി ഇത്. ബിക്കോസ് നമ്മുടെ ടാർഗറ്റ് 1 ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മാർക്കറ്റ് തിരിച്ച് ബൈയിങ്ങിലോട്ട് കണ്ടിന്യൂസ് പ്രഷറിൽ വരാനുള്ള പ്രോബബിലിറ്റി ഇവിടെ ഉണ്ട്. സോ നമ്മൾ റിസ്ക് സീറോ ആക്കിക്കൊണ്ട് ട്രേഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:5.34, 1:5, അറൗണ്ട് 1:5 ആണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ റിസ്ക് ഫ്രീ ട്രേഡിലോട്ട് പോവുകയാണ്. ലെറ്റ്സ് സി. ജസ്റ്റ് നമുക്ക് ട്രേഡ് അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രേഡ് എടുത്തിട്ട് ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ കണ്ടിന്യൂസ്ലി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നമ്മൾ ട്രേഡ് എടുക്കുക, ട്രേഡ് റൺ ചെയ്യാൻ വിടുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ആ ഒരു ഫ്രീഡം ട്രേഡിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നർ കഴിച്ചു. പിന്നെ 2 ഡോഗ്സ് ഉണ്ട്, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ചാർട്ട് തിരിച്ചു വന്ന് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ടാർഗറ്റ് 1 പോലും അടിച്ചിട്ടില്ല. ട്രേഡ് റണ്ണിങ് ആണ്. തിരിച്ചിത് നമ്മുടെ ബ്രേക്ക് ഇവനിൽ പോലും എത്തിയിട്ടില്ല. സോ റൺ ചെയ്യാൻ വിടാം, എവിടം വരെ പോകുമെന്ന് നോക്കാം. ടാർഗറ്റ് അടിക്കുമോ, ടാർഗറ്റ് 1 നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരുമോ, അതോ തിരിച്ച് ബ്രേക്ക് ഇവനിൽ പോവുമോ, എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. വെയിറ്റിംഗ്, പേഷ്യൻസ്, വെയിറ്റിംഗ്, ഇതൊക്കെ തന്നെയാണ് ട്രേഡിങ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടി പി ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ടി പി ഹിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എത്ര 1:3 വരെ വന്നിട്ടുണ്ട്. സ്കാൽപ്പിങ് 1:3 ഈസ് വെരി ഗുഡ്. എന്നാലും നമ്മൾ ഹോൾഡ് ചെയ്യാണ് 1:5 വരെ. ലെറ്റ് സി എന്താണ് നടക്കുന്നതെന്നുള്ളത്. പ്രോബബിലിറ്റി ഉണ്ട്, പോകാനുള്ള നല്ല പ്രോബബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. ലെറ്റ് ദ ട്രേഡ് റൺ. നമ്മൾ ബ്രേക്ക് ഈവനിൽ നിന്ന് കുറച്ചുകൂടെ താത്ത് വെച്ചേക്കാണ് എസ് എൽ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ട്രേഡ് ആയതുകൊണ്ട് വി ഡോണ്ട് കെയർ അബൌട്ട് ദിസ് ട്രേഡ് ആക്ച്വലി. നമ്മളിത് സീറോ റിസ്കിലായിരുന്നു എന്തായാലും ട്രേഡ് ഇരിക്കുന്നത്. സോ ട്രേഡ് റൺ ചെയ്യട്ടെ, നമുക്ക് നോക്കാം ടി പി അടിക്കുമോ അതോ ബ്രേക്ക് ഈവനിലോട്ട് പോകുമോ എന്നുള്ളത്. ഈ ഒരു സപ്പോർട്ട് ലൈനിൽ എൻ്റെ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ട്രേഡ് അത്യാവശ്യം നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1.25 മണിക്കൂറായി നമ്മൾ ഈ ട്രേഡ് എടുത്തിട്ട്.
സോ 1:5 ആറാറെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് കുറച്ച് ടൈം എടുക്കും. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ പുറത്ത് എടുക്കും 1:5 സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതും ഇത്രയും നല്ലൊരു ബുള്ളിഷ് പ്രഷറിൽ നിന്ന മാർക്കറ്റിനെ നമ്മൾ ബെയറിഷിൽ ഒരു ട്രേഡ് എടുത്തപ്പോൾ എന്തായാലും കുറച്ച് ടൈം അതിന് കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലാതെ നോർമലി പെട്ടെന്ന് നമ്മൾ സ്കാൽപ്പ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ മേ ബി 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് ചിലപ്പോൾ 1 അവർ കൊണ്ടൊക്കെ ടി പി അടിക്കും 1:2 1:3 ഒക്കെ ആണെങ്കിൽ. പിന്നെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഈസ് എവറിത്തിങ്. അത് മിനിമം 1:2 ഇല്ലാണ്ട് ഒരു ട്രേഡ് എടുക്കാണ്ടിരിക്കുക. 1:3 1:4 ആ ഒരു റേഞ്ചിൽ ഫോക്കസ് ചെയ്യുക. 1:2 പ്ലസ് നല്ലൊരു റേഞ്ചാണ് ട്രേഡ് എടുക്കാൻ. 1:3 ഒക്കെ 1:3 ഒക്കെയാണ് ആവറേജ് ഗോൾഡിൽ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ലണ്ടൻ സെഷനിലാണെന്നുണ്ടെങ്കിൽ റിവേഴ്സൽസ് ട്രേഡ് ചെയ്യുമ്പോൾ നോർമലി 1:2 ട്രേഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാറുള്ളൂ. ന്യൂയോർക്ക് സെഷനിലാണെന്നുണ്ടെങ്കിൽ 1:3 1:4 ഒക്കെ ട്രൈ ചെയ്യും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഫേവറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രേഡ്സ് ആണെങ്കിൽ മാക്സിമം നമ്മൾ ഹോൾഡ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്തിട്ട് മേ ബി ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ 1:2 1:3 ലെവലിലൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ആവും. അപ്പോൾ ഈ ഒരു ട്രേഡ് എന്തായാലും റിട്രേസ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് വന്നേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഈ ഒരു സൈക്കോളജിക്കൽ ലെവൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ 1:5 ട്രേഡ് ഫോക്കസ് ചെയ്തത്. ഇല്ലെങ്കിൽ ഒരു 1:3 നമ്മൾ എന്തായാലും ട്രേഡ് എക്സ്ട്രാ, പ്രത്യേകിച്ച് റിവേഴ്സൽസ് ചെയ്യുമ്പോൾ. വിത്ത് ദ ട്രെൻഡ് ട്രേഡ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1:3 1:4 ഒക്കെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റും. കൺഫ്യൂഷൻ വരത്തില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും നമുക്ക് കൺഫ്യൂഷനാണ്. മാർക്കറ്റ് എവിടെ നിന്ന് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് കയറി പോകും എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇതേ സിറ്റുവേഷനിൽ ഒരു 1 മിനിറ്റ് ചോദിച്ച് മാർക്കറ്റ് ഇവിടെ തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ഇവിടെ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്തായാലും എക്സിറ്റ് ആവും. കിട്ടണ പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ആവും. ബിക്കോസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടറോടെ ചേഞ്ച് ആയി അത് തിരിച്ചു പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ ഇതുവരെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ തൊട്ടിട്ട് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ഒരു ചെറിയൊരു ഹോപ്പ് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. ഇവിടെ ഇത് ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് എടുക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് എവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ, ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 15 മിനിറ്റ്സിൽ. ഈ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഏരിയ വരെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. 9 EMA ക്രോസ് ചെയ്തു. നല്ലൊരു സെൻറ്റർ ആണത് 9 EMA ക്രോസ് ചെയ്യുന്നത്. 1 അവർ ചെക്ക് ചെയ്ത് നോക്കാം. 1 അവറിൽ 9 EMA ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലെങ്കിലും കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാനായിട്ട് വന്നാൽ നമുക്ക് ഈസിലി പ്രോഫിറ്റ് അടിക്കാവുന്നതാണ്. വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. സ്റ്റിൽ ട്രേഡ് ഹോൾഡിങ്ങിലാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, ട്രേഡ് സ്റ്റിൽ ഹോൾഡിങ്ങിലാണ്. ടി പിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നല്ല പുഷിങ് തന്നുകൊണ്ടിരിക്കുകയാണ്. താപ്പോട്ട് ബയേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. ത്രീ മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് എൻഡ് ദിസ് ട്രേഡ്. നമ്മളെങ്കിൽ ചെയ്താലും 1:3.88. ടൈം ഈസ് അറൗണ്ട് 11. നമ്മൾ ട്രേഡിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. ട്രേഡിംഗ് ടൈം കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. സോ ഹോൾഡ് ചെയ്യുന്നില്ല. ഇനി പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിൽ
ഗൈസ് നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് 1:4 ഇന്നത്തെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് സ്കാൽപ്പിങ്ങിൽ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദെൻ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ട്രേഡിംഗ് ബ്രേക്ക് ഡൗൺ വേണമെങ്കിൽ ജസ്റ്റ് ഗീവ് മി എ കമൻറ്റ്. ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളും ഇനി വരുന്ന ട്രേഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ കംപ്ലീറ്റ്ലി സൈക്കോളജിക്കൽ ലെവൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗുഡ് നൈറ്റ്.